അത് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടാണ്. ഞാൻ പറഞ്ഞതും കോടതി പറഞ്ഞതാണ്. എന്താ കോടതി പറഞ്ഞത്? ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത സമ്മറിയിൽ വ്യക്തമായ ഹോസ്പിറ്റലിന്റെ പേരോ അതിന്റെ ഭാഗമായിട്ടുള്ള സീലോ ഒന്നും ആ കടലാസിലുണ്ടായിരുന്നില്ല എന്ന് കോടതി വിധിയുണ്ട്. റിമാൻഡ് ചെയ്യുന്ന വിധി അതാണ്. ഇത്രയും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നും സാമാന്യ മനുഷ്യന്മാർക്കെല്ലാം അറിയില്ലേ. അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ വാദിച്ചു. അദ്ദേഹത്തിന് രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ നടുവിന്റെ വേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചപ്പോ കോടതിക്ക് കൺഫ്യൂഷനായി. കാരണം രാവിലെ പോലീസ് തന്നെ ഡോക്ടറെ കാണിച്ചതാണ്, അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. അപ്പോ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് കുഴപ്പമില്ലെന്ന് ഹാജരാക്കിയിട്ടുള്ള കടലാസ് നോക്കുമ്പോൾ അതിന് സീലുമില്ല, അതിന്റെ ഹോസ്പിറ്റലിന്റെ പേരുമില്ല, സമ്മറിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിലും വലിയ കുഴപ്പമില്ല തന്നെയാണുള്ളത്. വാദിക്കുന്നത് പക്ഷെ ഭയങ്കര അപകടമാണ് എന്നാണ്. അങ്ങനെ രണ്ടും വന്നപ്പോൾ വീണ്ടും സാധാരണ ഇല്ലാതൊരു നിലപാട് കോടതി സ്വീകരിച്ചു. കോടതി പറഞ്ഞു, ഇപ്പോ നേരത്തെയുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന സമ്മറിയാണ്, അത് ഹോസ്പിറ്റലിന്റെ പേരുമില്ല, ഈ പറഞ്ഞ പോലെ വ്യക്തതയില്ല. കോടതി തന്നെ പറഞ്ഞു വ്യക്തതയില്ല, സീലുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കോടതി തന്നെ ഒരു കാര്യം കൂടി നോക്കാം, അതിന് വീണ്ടും അയച്ചു. കോടതി തന്നെ അയച്ചു. ആ കോടതി അയച്ച് ഡോക്ടർമാർ പരിശോധിച്ച് കൊണ്ടു. പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോ ഈ ഗുരുതരമായ കേസ് ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ റിമാൻഡിന്റെ ഭാഗമായിട്ടുള്ള ഈ വിധിയിൽ അത് പുറത്തു എല്ലാവരും കണ്ടതാണല്ലോ. ആ വിധിയിൽ ഇതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം കൃത്യമായിട്ട് രാജ്യം മുഴുവൻ മനസ്സിലാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടൽ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. ഞാനിതെല്ലാം പത്രസമ്മേളനം വിളിച്ചിട്ട് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ മനോരമയിൽ അങ്ങനെയാ കണ്ടത്. വേറെ പത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനോരമ വായിക്കുന്നുണ്ട്. വായിക്കാൻ മനസ്സിലാവില്ല. പക്ഷേ മനോരമ വായിക്കാതിരിക്കാനൊന്നും പറ്റില്ല. മനോരമയിലും നമ്മളിതെല്ലാ പത്രവും വായിക്കുന്നില്ലേ. അപ്പോൾ അതൊന്നും വായിക്കാതിരിക്കണം എന്നുള്ള നിലപാടൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. വായിച്ചുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് മാപ്പ് പറയുക എന്നുള്ളതോ ഒന്നും ആരും അംഗീകരിക്കുന്ന നിലപാടല്ല. സത്യസന്ധമായിട്ടുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് അതിന്റെ പകർപ്പ് എടുത്തതിന് ശേഷം അത് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അന്ന് നിങ്ങളെല്ലാം പാചകം സ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഏത് അത് കുന്തക്കാടൻ ഇന്നലെ പറഞ്ഞല്ലോ. കരണ്ട് നിങ്ങളെല്ലാം വളച്ചൊടിച്ച് ആവശ്യമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അദ്ദേഹം തന്നെ അവരെന്നെ ഇന്നലെ പറഞ്ഞു. അതൊക്കെ ഒരു ജീവിതത്തിലെ കുറിപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ പഴയ കാലമുണ്ടായ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അവലോകനം ചെയ്യുമ്പോൾ അതൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം. വേറെ ഒന്നും അതിനകത്തില്ല. ശരിയായ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്.